ഹായ്, വെൽക്കം ടു ഡെവഡോപ്സ്. ഞാൻ അബ്ദുൽ അഹദ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, ഫോൺ പോലെ തന്നെയല്ലേ എന്നാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ ഒരു IT ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു BCA പോലുള്ള ഡിഗ്രീസോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ഒരു കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ജോബ് സീക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഓണർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല. നിങ്ങൾ ഇംഗ്ലീഷ് ഒത്തിരി പെർഫെക്റ്റ് ആവാൻ വേണ്ട. ഇത് നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്ന നമ്മളുടെ ഒരു ബേസിക് സീരീസ് ആണ്. അതായത് കമ്പ്യൂട്ടർ എന്താണെന്നോ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ അറിയാതെ ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് അത് കറക്റ്റായി വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് മെഷീൻ. സിമ്പിൾ വേർഡിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു മെഷീനാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ 2+2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ നമുക്ക് 4 എന്ന ആൻസർ തരും. കമ്പ്യൂട്ടറും അതുപോലെ തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്നാൽ കമ്പ്യൂട്ടർ പല പല പണിയും സെയിം ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ടൈപ്പിങ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, വീഡിയോ, അതുപോലെ തന്നെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ സെയിം ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ഐഡിയ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് നിങ്ങളൊരു ഇൻപുട്ടാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെ തിങ്ക് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് തരുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടിനനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് തിങ്ക് ചെയ്തതിന് ശേഷം ഒരു ആൻസർ തരുന്നതിനാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് വരാം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്ടുകളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫോണിൽ നമ്മൾ തൊട്ട് കാണാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഹാർഡ്വെയർ എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ. TV പോലെ കാണുന്ന നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണ് നമ്മൾ മോണിറ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും വീഡിയോ കാണുന്നതും ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നതും ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ കൂടെയാണ് കാണാൻ സാധിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറെന്ന് പറയുന്നത് തന്നെ നമ്മളുടെ CPU ആണ്. ഇപ്പോൾ CPU ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഇല്ലാത്ത ബോഡി എന്ന് നമുക്ക് പറയാം. CPU ആണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോ ഗെയിമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ CPU ആണ് ഡിസിഷൻ എടുക്കുന്നത്, എന്താണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ളത്. കീബോർഡ് യൂസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യും. ലെറ്റേഴ്സ്, നമ്പേഴ്സ്, വേർഡ്സ് ഇതെല്ലാം നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് യൂസ് ചെയ്യും കമ്പ്യൂട്ടറിൽ. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ട് കീബോർഡ് യൂസ് ചെയ്യും. കീബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കീബോർഡ്. അതിനെ നമുക്കൊരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് കാണാം. അതുപോലെ നമ്മളുടെ മൗസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ മൗസ് വരുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഇപ്പോൾ നമുക്ക് മൗസ് ഇല്ലെങ്കിൽ നമുക്ക് കീബോർഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മൗസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്പീക്കേഴ്സും ഹെഡ്ഫോൺസിൻ്റെയും കാര്യം പറയുമ്പോൾ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്പീക്കേഴ്സും ഹെഡ്ഫോണും യൂസ് ചെയ്യുന്നത്. മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സ്പീക്കറും ഹെഡ്ഫോൺസും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഔട്ട്പുട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നൊരു പാർട്ടാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ളത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതിനെ ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതിനെ ഹാർഡ്വെയർ കൊണ്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എക്സാമ്പിൾ, മോണിറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഹാർഡ്വെയർ ആണ്. ആ മോണിറ്ററിൻ്റെ വിൻഡോസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ആപ്പ്, സോഫ്റ്റ്വെയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ വിത്തൗട്ട് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഗോസ്റ്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഹാർഡ്വെയർ വിത്തൗട്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് ബോഡിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് വിൻഡോസ്, എന്താണ് OS, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.